അരവിന്ദേ, ഇതൊരു വല്ലാത്ത അവസ്ഥ അരവിന്ദേ. ആന്റി കല്യാണി ആനന്ദിനെ ഇറക്കി വിട്ടില്ലെന്നോർത്ത് സന്തോഷിക്കാനോ, കല്യാണി ഒരിക്കലും തൃച്ചംബരത്തെ മരുമകളായി അംഗീകരിക്കില്ലെന്ന് പറഞ്ഞതോർത്ത് സങ്കടപ്പെടാനോ കഴിയാത്തൊരവസ്ഥ. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഞാനും ആ അവസ്ഥയിൽ തന്നെ നന്ദന. നന്ദന, ഒരുപക്ഷെ അമ്മ ബ്രോയും കല്യാണി വീട്ടിൽ കയറ്റാതെ ഇറക്കി വിട്ടിരുന്നെങ്കിലേ ഇത്ര പ്രശ്നമില്ലായിരുന്നല്ലേ? ഞാനത് പ്രതീക്ഷിതമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദേഷ്യമൊക്കെ അടങ്ങുമ്പോഴേ എപ്പോഴെങ്കിലും അവരെ തിരികെ വിളിച്ചെന്നെങ്കിലും കരുതായിരുന്നു. പക്ഷെ അമ്മ ബ്രോയോടുള്ള സ്നേഹം കൊണ്ട് ഇറക്കി വിട്ടതുമില്ല, ഈ കല്യാണം അംഗീകരിച്ചുമില്ല എന്നാലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം. ഇത്രയും കാലം ബ്രോ കെട്ടിയ താലി കല്യാണി ഒളിപ്പിച്ച് കടന്നെങ്കിലും കല്യാണിയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇനി മുതൽ ആ സന്തോഷം ഉണ്ടാവുന്ന എനിക്ക് സംശയമുണ്ട്. ശരി അരവിന്ദ്, ഇതിപ്പോ കടലിൽ മുങ്ങി ചാകാൻ പോയവരെ രക്ഷിച്ച് തീക്കുണ്ടത്തിലേക്ക് എടുത്തിട്ട അവസ്ഥയിലായിപ്പോയി. ആനന്ദിന്റെ പിറന്നാളിന് കല്യാണിയുടെയും ആനന്ദിന്റെയും കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവുമെന്നാ കരുതിയത്. പക്ഷെ ഇപ്പൊ പ്രശ്നം അല്പം കൂടി വഷളായി. ആന്റിയുടെ കണ്ണിൽ അങ്കിളും അരവിന്ദും ഞാനും ഒക്കെ ഇപ്പൊ വഞ്ചകര. ആന്റി എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് എനിക്ക് അറിയില്ല അരവിന്ദ്. അമ്മ ഒരു തീരുമാനം എടുത്താൽ നിന്ന് മാറില്ല. അമ്മയുടെ തീരുമാനത്തിൽ മതിമറന്ന് ആഘോഷിക്കുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? ഇളയമ്മ, സാക്ഷാൽ വിലാസിനി. ഇപ്പോഴാണെങ്കിൽ ഇളയമ്മയ്ക്ക് അമ്മയുടെ ഗുഡ് സർട്ടിഫിക്കറ്റും കിട്ടി. ഈ അവസരം മുതലാക്കി ഇളയമ്മ ഈ കുടുംബത്തുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാണെന്ന് നമുക്ക് കണ്ടറിയാം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു. വീണ് കിട്ടിയ ഈ അവസരം അവർ മാക്സിമം ഉപയോഗിക്കും. അതും കല്യാണിക്ക് നേരെ. അപ്പൊ കല്യാണി എടുക്കുന്ന നിലപാട് പോലിരിക്കും കാര്യങ്ങളുടെ പൊക്ക്. വിലാസിനി ആന്റിയുടെ കാര്യം വിട്. ആദ്യം അഖിലാന്റിക്ക് നമ്മളോടുള്ള ദേഷ്യം മാറ്റണം. എന്നാലേ കല്യാണിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതിനെന്ത് ചെയ്യാൻ പറ്റൂന്ന് ആലോചിക്കും. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കൈന്നു അതെ, ഞാൻ ഫ്രൂട്ട്സ് എടുത്തിട്ട് വരാം. രണ്ട് ആപ്പിൾ വെക്കല്ലേ? ഭംഗിക്കൊരു കുറവ് വേണ്ട. തെളിച്ചാ കുറച്ചുകൂടി ഇരിക്കട്ടെ. ആ ട്രേ ഇവിടെ വെക്കേ. ഇങ്ങട് ഒഴിയങ്ങട്. സുഷേ പലവരുത്. ഓ മതി മതി മതി, ധാരാളം. ഓ അയ്യോ അരവിന്ദേ, ഒരു കാര്യം ഇപ്പഴാ ഓർത്ത്. എന്ത് കാര്യം? പാല് പഞ്ചസാര ഇടാൻ മറന്നല്ലേ? അത് മറന്നു. എന്നാ വേഗം. മതിയാ? മതി മതി, അധികമാവണ്ട. അത് രാത്രിയാണേ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഉടുതുണിക്ക് മറുതുണി ഇല്ലാന്ന് പറഞ്ഞതിപ്പോ കല്യാണിയുടെ കാര്യത്തിൽ സത്യമായിരിക്കും. മനസ്സിലായില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വഴിയല്ലേ കല്യാണി? അവക്ക് മാറി ഉടുക്കാൻ ഡ്രസ്സൊന്നും കയ്യിൽ കാണില്ല. അയ്യോ, അത് ശരിയാണല്ലോ. അല്ല, നമുക്ക് ഇപ്പൊ പോയിട്ടേ കുറച്ച് ഡ്രസ് വാങ്ങി വന്നാലോ? ഈ രാത്രി? അതൊന്നും വേണ്ട. അതെ, ഞാൻ ഉപയോഗിക്കാത്ത കുറച്ച് പുതിയ സാരി ഇരിപ്പുണ്ട്. തൽക്കാലം അതെടുത്ത് കൊടുക്കാം. എന്താ അരവിന്ദ്? അത് കൊള്ളാം. അരവിന്ദ് ഇവിടെ നിൽക്ക്, ഞാൻ പോയി അതെടുത്തോണ്ട് വരാം. ഓ
എന്തൊരു സ്നേഹം നാത്തനും ഇതെന്നും ഉണ്ടായാ മതിയായിരുന്നു. എന്തല്ലേ ആദ്യ രാത്രി. ഏതായാലും അനിയൻകുട്ടൻ നിന്റെ 2 ജോഡി ഡ്രസ് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചത് നന്നായി. ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ഹലോ, എന്താ കല്യാണി ഇത്? ഈ ഇരിപ്പ് കണ്ട ഇന്ന് അവസാനത്തെ രാത്രിയാണെന്ന് തോന്നുമല്ലോ. ദേ നോക്ക്, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. എന്റെ നിന്റെ സ്വപ്നങ്ങൾ ഒന്നാവുന്ന രാത്രി. അഖില മാഡം പറഞ്ഞതൊക്കെ വല്യുഞ്ഞും കേട്ടതല്ലേ? കല്യാണി, ഏത് പ്രണയത്തിനും ഒരു 100 ത്യാഗങ്ങളുടെ കഥ പറയാനുണ്ടാവും. തടസ്സങ്ങളും സങ്കടങ്ങളും ഇല്ലാതെ ഒരു പുഴയെ ഒഴുകിയിട്ടില്ലടോ. ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷം എനിക്കിപ്പോ തോന്നുന്നത്. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. ബെസ്റ്റ്. ഒരു കാര്യം ചെയ്യും, എന്റെ കല്യാണിക്കുട്ടി എന്ന് ഒരു ഗ്ലാസ് പാലെടുത്തുണ്ടോ. പരമ്പരാഗത രീതിയൊന്നും തെറ്റിക്കാൻ നിൽക്കണ്ട. ചെല്ലേ. അത് ഞാനെങ്ങനെയാ വല്യുഞ്ഞേ? ശരി, ഇരിക്ക. പാലില്ലാതെ ആദ്യ രാത്രി ആഘോഷിക്കാനായിരിക്കും നമ്മുടെ വിധി. ഇതാരാ ഈ സമയത്ത്? നോക്കട്ടെ. അകത്തേക്ക് വരാലോ അല്ലേ? കൊല്ലരുത്. ഇന്നത്തെ തൃച്ചംബരത്തെ സംഘർഷഭരിതമായ സാഹചര്യത്തിലെ പാലുണ്ടാവില്ലെന്നറിയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സെറ്റ്. പുതിയ ഡ്രസ്സ് മാറി കൊടുക്കാൻ ഒന്നുമില്ലെന്നറിയാം. തൽക്കാലം ഇതിരിക്കട്ടെ. ഇതങ്ങോട്ട് മുട്ടി വിളിച്ചപ്പോ ഞാൻ കരുതി ആ ഇളയമ്മയായിരിക്കും. അതെ, അപ്പൊ സമയം കളയുന്നില്ല. അപ്പൊ ബ്രോ, എല്ലാവിധ ആശംസകളും. ഇനി ഇവിടെ നിന്നാലേ ബ്രോ നമ്മളെ ചവിട്ടി പുറത്താക്കും. പോടാ. ഇനി ഇവിടെ നിന്ന് ചിലപ്പോ അരവിന്ദ് സന്തോഷം കൊണ്ട് കരഞ്ഞു. അതുകൊണ്ട് പോ. ശരി ബ്രോ, അപ്പൊ പോട്ടെ. എടുത്തിമേ ശരി. ആർക്കെങ്കിലും കിട്ടോ ഇതുപോലൊരു അനിയനെ? ദേ, അനിയകുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോ വലിയഞ്ഞിന്റെ കണ്ണു നിറഞ്ഞല്ലോ. ഏയ്, ഇത് സന്തോഷം കൊണ്ടാ. ഇത് കരയാനുള്ള ദിവസമൊന്നും അല്ലല്ലോ. ഇനി ഔപചാരികമായിട്ട് ശ്രീമതി ആ പാലിങ് എന്നാട്ടെ. ആഹാ, നാണം വന്നപ്പോ എന്റെ ചെമ്പരത്തിക്കുട്ടിയുടെ ചേലങ്ങ് കൂടിയല്ലോ. ദാ,
സ്നേഹത്തിൻ ഹിമകണികകൾ നീക്കാമോ? ആ ദാസ്, എന്തു പറ്റി? ഇല്ലല്ല, ഉറങ്ങിയിട്ടില്ല. എവിടെന്ന്? മുറ്റത്തോ? എന്തു പറ്റി? സമയം ഒരുപാടായല്ലോ. ആ ശരി, ഇതാ വരുന്നു. എന്തു പറ്റി ദാസ്? ഇത്ര അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റുമെന്ന്? വണ്ടിയുടെ ഔട്ട് ഹൗസിന്റെ താക്കോല അനിയൻകുട്ടനെ വീട്ടിൽ സിറ്റ് ഔട്ട് നിർത്തിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പോവാണ് സാർ. അത് ശരിയാ. അപ്പൊ അതാണ് സംഗതി. കൊള്ളാം, നല്ല തീരുമാനം. അപ്പോ കല്യാണിയുടെ കാര്യം? അത് ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ സാറേ? എനിക്ക് അവള് തോന്നിയാസം കാണിച്ച് ഒരാളോടൊപ്പം ഇറങ്ങിപ്പോയ പെൺകുട്ടിയാ. രഹസ്യ കല്യാണം നടത്തി. ഇനി അവളുടെ കാര്യം അവള് നോക്കിയാൽ മതി. തന്ത എന്ന് പറയുന്ന ഒരാളുടെ ആവശ്യം അവൾക്കില്ല എന്ന് അവള് പറഞ്ഞോ ദാസിനോട്? പറഞ്ഞില്ല, പക്ഷെ കാണിച്ചു. അവള് കത്തിയെടുത്ത് കുത്തിയത് മുതുകത്താ സാറേ. ഞാൻ പോലും അറിയാതെ എന്റെ നിഴൽ പറ്റി നടന്നിട്ട് എന്റെ മുതുകത്ത്. വഞ്ചിക അവള്, കുടുംബദ്രോഹി. കറക്റ്റാണ്. ദാസിന്റെ മകൾ വഞ്ചകയും കുടുംബദ്രോഹിയുമാണെങ്കിൽ എന്റെ മകനും അത് തന്നെയാണെന്ന് നമുക്ക് തീരുമാനിക്കാം. കുടുംബദ്രോഹിയും വഞ്ചകനും. ദാസിന്റെ ഈ ഐഡിയ ഞാനും കൂടെ ഒന്ന് പ്രാക്ടിക്കലാക്കിയാലോ? ഈ ഒളിച്ചോട്ടം. സാറെന്നെ പരിഹസിക്കാൻ തോന്നുന്നു. എന്നാൽ വെറും തോന്നൽ വേണ്ട, പരിഹസിക്കുക തന്നെയാണ്. അല്ല ദാസ്, വയസ്സ് കുറെ ആയില്ലേ നിങ്ങൾക്ക്? ഇനിയെങ്കിലും വികാരപ്പെട്ട് തിളച്ചു പോകുന്ന ചോരയെ ഒന്ന് തണുപ്പിച്ച് ജീവിക്കാൻ ശ്രമിച്ചൂടെ നിങ്ങൾക്ക്? തലയിൽ നരയേറിയവരുടെ രക്തത്തിളപ്പിന് സമൂഹത്തിൽ വില കുറവാണ്. സോറി സാർ. ദാസിന്റെ നെഞ്ചിനുള്ളിൽ തിളച്ചു മറിയുന്നതും കെട്ടിനിൽക്കുന്നതും സാറിന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നത് പൂച്ച പെറ്റുകിടക്കുന്ന അടുപ്പുള്ള കൂരയിലേക്കാണ്. ആ വ്യത്യാസം എല്ലാ കാര്യത്തിലും കാണും. പരസ്പരം വികാരപ്പെടുന്നത് ഉൾപ്പെടെ. ശരി, ആയിക്കോട്ടെ. ഈ പാതിരാത്രിയിൽ ഒരു തർക്കവുമില്ല എനിക്ക് ദാസിനോട്. പക്ഷേ പരിഭവമേ ഉള്ളൂ, സങ്കടവും. കാരണം ദാസ് ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ കൂടെ കൊണ്ടുപോകുന്നത് എന്റെ ജീവിതത്തിന്റെ 1/4 നൂറ്റാണ്ട് കൂടെയാണ്. ഒരു കാറിന്റെ മുൻസീറ്റിലും പിൻസീറ്റിലും ഇരുന്ന് നമ്മൾ ഒരുപാട് കഥകൾ പങ്കുവച്ചിട്ടുണ്ട്. അതേ വണ്ടിയിലാണ് നമ്മൾ ആനന്ദിന് കുഞ്ഞു സൈക്കിളും കല്യാണിക്ക് കുഞ്ഞുടുപ്പും വാങ്ങാൻ പോയതും മടങ്ങി വന്നത്. അതൊക്കെ ആഹ്ലാദത്തിന്റെ നല്ല കാലങ്ങളായിരുന്നു. ഇപ്പോ മഹാസങ്കടങ്ങളുടെ കണ്ണീർക്കാലം. കാറിന്റെ പിൻസീറ്റിലിരുന്ന് നിയന്ത്രിക്കാനാവാതെ എന്റെ തൊണ്ടയൊന്ന് തേങ്ങിപ്പോയാൽ തിരിഞ്ഞു നോക്കാനും നല്ല വാക്ക് പറയാനും ഒരു ചങ്ങാതിയെ കിട്ടാൻ ഞാൻ എവിടെ പോണം? ദാസ് അത് പറഞ്ഞിട്ട് പോ. സർ, പ്ലീസ് സർ. ഇനി നിമിഷം വരെ സാറിനെ ഞാൻ എന്റെ സഹോദരനെ പോലെ കണ്ടിട്ടുള്ളൂ. സാർ ഇങ്ങനെയൊക്കെ സംസാരിച്ച ഞാൻ ചിലപ്പോ കരഞ്ഞു പോവും. എന്തിന്? നിങ്ങൾ പോകാൻ നിൽക്കുകയല്ലേ? ഏതായാലും ഇപ്പോൾ ദാസി കാണിച്ചത് കൊടും ചതിയായിപ്പോയി.
കുറഞ്ഞ പക്ഷം എന്നെ ഫോൺ വിളിച്ചിറക്കി പോണെന്ന് പറയാൻ പാടില്ലായിരുന്നു. രഹസ്യമായ താക്കോൽ ഇവിടെ വച്ചിട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നു ഈ സിറ്റുവേഷൻ. പോകും മുമ്പ് എന്റെ നെഞ്ചിലൊരു പോറൽ കൂടെ നൽകണമെന്നുണ്ടായിരുന്നല്ലേ? മനഃപൂർവ്വം. സാർ ഒരിക്കലും എന്നോടിങ്ങനെ നമ്മൾ ഈ കുട്ടിക്കാലത്ത് കുട്ടികൾ കൊടുക്കുന്ന കുടുക്കയില്ലേ, അതുപോലെയാണ് ചില താതജന്മങ്ങൾ. നമ്മുടെ കരുതലും ഇഷ്ടവും വാത്സല്യവുമെല്ലാം നമ്മളതിൽ നാണയങ്ങൾ പോലെ നിറയ്ക്കും. മക്കൾ പക്ഷേ ആവശ്യമുള്ളപ്പോൾ നാണയങ്ങളെ എടുക്കും. ഉടഞ്ഞു ചിതറുന്ന വിധി നമുക്കുള്ളതാണ്. അതിൽ ദുഃഖിക്കാനും ഇതുപോലെ ഒളിച്ചോടാനും നിൽക്കരുത്. ഈ താക്കോൽ ഞാൻ തിരികെ വാങ്ങില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഈ നടയിൽ വച്ചിട്ട് ഞാനിപ്പോ പോകും. നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ദാസിനെ ഇതിവിടെ ഉപേക്ഷിക്കാം, തിരിച്ചെടുക്കാം. ഒരൊറ്റ കാര്യം മാത്രം, നിങ്ങൾ മുൻസീറ്റിലില്ലെങ്കിൽ എനിക്കിനി കാർ യാത്രയില്ല. ഇതെന്റെ തീരുമാനമാണ്. അരവിന്ദേ, ഒന്ന് നിന്നേ. എന്താ നീ കാണിക്കുന്നേ? മനസ്സിലായില്ല. ഈ വീടിങ്ങനെ കലങ്ങി മറിഞ്ഞു കിടക്കുമ്പോ നിനക്കൊക്കെ ആഘോഷമാണല്ലേ? അയ്യോ ഇളമേ, ആഘോഷത്തിന് പട്ടുവസ്ത്രങ്ങളല്ലേ ഇടുക, ഇത് ട്രാക്ക് സ്യൂട്ടാ. മനസ്സിലായില്ല? രാവിലെ ഒന്ന് ഓടാൻ പോയി പിട്ടൂന്നേ ഉള്ളൂ. തെറ്റാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചു കളയണേ. പരിഹസിച്ചോടാ, പരിഹസിച്ചോ. വീട് കത്തുമ്പോ തന്നെ വീണ വായിക്കണം. ഏതായാലും ഈ ഓട്ടോക്ക് നല്ലതാ. പക്ഷെ മുന്നോട്ട് മാത്രം നോക്കി ഓടുമ്പോഴേ ഇടയ്ക്കൊന്ന് പിന്നോട്ട് നോക്കിയാ ഗുണം ചെയ്യും. അവനവന്റെ അവസ്ഥ മനസ്സിലാക്കാൻ അത് നല്ലതാ. പൊന്നോ, ഇത് കൊള്ളാലോ. അല്ല, ഇളയമ്മ പരദൂഷണൊക്കെ നിർത്തിയിട്ട് ഫിലോസഫി ഒക്കെ പറഞ്ഞു തുടങ്ങിയോ? എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഓ, പറയുന്നത് ഫിലോസഫി അല്ല, യാഥാർത്ഥ്യം. നീയൊക്കെ ഇങ്ങനെ ആഘോഷിക്കുമ്പോ ഒന്നും മറക്കരുത്. ആനന്ദ് അവന്റെ ഇഷ്ടത്തിന് ആ കല്യാണിയെ കെട്ടിയപ്പോ തകർന്നു പോയൊരു മനസ്സുണ്ട് ഈ വീടിനകത്ത്. നിന്റെ അമ്മയുടെ മനസ്സ്. ഈ അവസ്ഥയിൽ നിനക്കല്ലാതെ മറ്റാർക്കോ ആ മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്താൻ കഴിയില്ല. അത് മനസ്സിലാക്കാതെയാ നീ ഓടാനും ചാടാനും ഒക്കെ പോകുന്നെന്ന് ഓർത്തോണം.